7 പതിറ്റാണ്ടായി മലയാളികളുടെ ദൈനംദിന ബാങ്ക് ഇടപാടുകളുടെ ഭാഗമാണ് SBT. കേരളീയരുടെ ബാങ്കിംഗ് സംസ്കാരം രൂപപ്പെടുത്തിയ ധനകാര്യ സ്ഥാപനം. എന്നാൽ അസോസിയേറ്റഡ് ബാങ്കുകളെ ലയിപ്പിക്കുന്നതിന്റെ ഭാഗമായി 1220 SBT ശാഖകൾ ഏപ്രിൽ 1 മുതൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആകും. SBT എന്ന പേര് SBI എന്നാക്കുന്ന നടപടി ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. ലയനത്തിനെതിരെ സമരം ചെയ്ത ജീവനക്കാർക്ക് അത് തടയാനായില്ലെങ്കിലും ജനങ്ങളുടെ ആശങ്ക SBI മാനേജ്മെന്റിനെ ധരിപ്പിക്കാനായെന്ന് ആശ്വസിക്കുകയാണ്. പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ബോധ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റിന് നല്ല ബോധ്യം വന്നു. ഇടപാടുകാരുടെ താല്പര്യങ്ങൾ, സംസ്ഥാനത്തിൻ്റെ വികസന താല്പര്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടു. അതൊക്കെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു നിർബന്ധിത സാഹചര്യം ഈ ക്യാമ്പയിനിൽ ഉണ്ടായി എന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. തിരുവിതാംകൂർ സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിച്ച ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ പ്രേരണയിലാണ് രാജകുടുംബം 1945 ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് സ്ഥാപിച്ചത്. 25 രൂപയുള്ള 1,20,000 ഷെയർ ട്രാവൻകൂർ ഗവൺമെൻറ്, അതായത് രാജകീയ ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്തു. ബാക്കി ഷെയറാണ് വിൽപ്പന. ഇത് മദ്രാസ് രജിസ്റ്റർ ചെയ്ത് ഇൻഡെക്സ് കൊടുത്തപ്പം എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീർന്നു. ആദ്യമൊക്കെ ജനകീയമായിരുന്നില്ല. പിന്നെ കാലഘട്ടത്തിലാണ് പരിവർത്തനങ്ങളൊക്കെ വന്ന് ഇത് ഒരു ജനകീയ ബാങ്ക്, ശരിക്കും മലയാളിയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ബാങ്കായിട്ട് മാറുന്നത് പിൽക്കാലത്താണ്. തിരുവിതാംകൂർ രാജകുടുംബം അടിത്തറയിട്ട ബാങ്ക് മാനേജ്മെന്റ് തുടർന്നും പ്രൊഫഷണലായി മുന്നോട്ട് പോയതാണ് SBTയുടെ ജനവിശ്വാസ്യത. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.